അതിന്റെ ഇടക്ക് ഇന്ന് നല്ലൊരു ദിവസമായിട്ടുള്ള ഒരാളെ ചീത്ത പറയാനായിട്ട് വളരെ ഉള്ളൊരു ആഗ്രഹം കൊണ്ട് ഇന്ന് വീഡിയോ ആയിട്ട് വന്നേക്കണേണ്. നിങ്ങളപ്പോ ഇന്നലെ പറയേണ്ടതായിരുന്നു, ഇന്നലെ സമയം കിട്ടിയില്ല. പണി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് വിഷുവിന്റെ ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളായിട്ട് തന്നെ മൊബൈലിൽ നോക്കാൻ അതിന് മറുപടി കൊടുക്കാനും നേരം കിട്ടിയില്ല. ഇന്നിപ്പോ അതേ പണിയൊക്കെ കഴിഞ്ഞ് വിഷുവായിട്ട് അങ്ങനെ ഒതുങ്ങിയൊക്കെ നിക്കാൻ നേരത്ത് ഒരുത്തനൊന്ന് മറുപടി കൊടുക്കണം. ആളെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാകും. ആള് രണ്ടു ദിവസമായിട്ട് എയറിലാണ് എങ്കിൽ ഇവന് എനിക്ക് എന്തെങ്കിലും മറുപടി കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതായത് ഈ പരനാറി ഒരൊറ്റ കാര്യം ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാലോ ഇവിടെയുള്ള BJP-ക്കാരാ. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോള് നിൽക്കേണ്ടായിട്ടാണ്. അയ്യോ, നീ അങ്ങോട്ട് ബീഫ് കഴിക്കാനായിട്ട് പറയണം. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പറഞ്ഞല്ല. എന്താണ് ബീഫ് കഴിക്കാത്ത? BJP-ക്കാർ ചെയ്തിട്ടുണ്ടോ? ഡൈറ്റ് ആയതുകൊണ്ടാണോ? പരനാറി ഇവിടെ ബീഫ് കഴിക്കാത്ത ആളുകൾ BJP-ക്കാര് മാത്രമല്ല, ബീഫ് എന്ന് പറഞ്ഞാൽ പെടുന്ന പശു കാളനെയൊക്കെ കഴിക്കാതെ ആ വിശ്വാസപരമായിട്ട് ജീവിക്കണ കുറെ ആളുകളുള്ള നാടാണ് ഇന്ത്യ. അപ്പൊ അവർക്കത് കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്തോട്ട് വലിഞ്ഞു കയറാനായിട്ട് നിനക്കൊരു സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് നിന്റെ ആ ഡയലോഗ് കേട്ടിട്ട് തന്നെയാണ് ഇവിടെ ആൾക്കാർ അതിനെതിരെ പ്രതികരിച്ചത്. എന്താണ് നീ ഇതുപോലെ പോർക്ക് കഴിക്കാത്തത്, ഇതുകൊണ്ടാണെന്ന് വെച്ചാൽ നീ മറുപടി പറയാന്നുള്ള ചോദ്യങ്ങളൊക്കെ ആൾക്കാർ ചോദിച്ചതാ. ചോദിച്ചത് എന്ത്, നീ BJP ജോയിൻ ചെയ്തോ? അതാണ് ബീഫ് കഴിക്കാത്ത. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-ക്കാർ. ഞങ്ങൾ കൂട്ടുകാരന്മാരുടെ എന്റെ പെരുമ്പാവൂര് എന്റെ കൂട്ടുകാരന്മാരുടെ ചോദിക്കുന്ന ഒരു ടോക്കാണ്. എടാ, ഇത് കൂട്ടുകാരന്മാരുടെ ഇടയിൽ നീ ചോദിച്ചോ? നിന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ നിങ്ങൾ പേഴ്സണൽ ടോക്കിൽ നിനക്ക് ചോദിക്കാം. നീ BJP-ക്കാരായതുകൊണ്ട് കഴിക്കാതെ നിനക്ക് ചോദിക്കാം. നീ അത് ചോദിച്ചത് സത്യം പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് ഇതിനും കൂടി സപ്പോർട്ട് കൂടും. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകൾ വരുമെന്നുള്ള വിചാരം കൊണ്ട് തന്നെയാണ് നീ ഒരു വിഷയം ഇവിടെ എടുത്തിട്ടതെന്ന് ഏത് പൊട്ടനറിയാൻ പറ്റും. കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് അതിന് മറുപടി പറയാനായിട്ട് പല ആളുകൾ എത്തിയത്. ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. ചോദിക്കാറുണ്ടാവും. അത് ഫണ്ണാണ്. പിന്നെ അത് മീഡിയക്കാരിട്ടല്ലേ, എനിക്ക് വിഷയമല്ല. നിനക്ക് വിഷയമില്ലല്ലേ? എന്ത് വിഷയം? പന്നിയിറച്ചില്ലേ, വേവിക്കണം നന്നായിട്ട്. അതിൽ വേറെ ഉണ്ടാവും. വേറെ അത് എന്താ മാത്രം വില കൂടും. നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചല്ല അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഉള്ളതുകൊണ്ട് കഴിച്ചാനെ. എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനം ഞാൻ തിന്നുന്ന ആളാണ്. പിന്നെ കേസ് നിന്നെ പിടിച്ച് തിന്നാത്തിനെല്ലാം കഴിക്കുന്ന ആളാണ് നീ അല്ലേ? എന്നിട്ട് പക്ഷെ പോർക്കിനെ കഴിക്കൂല. അതെന്തുകൊണ്ടാണ്? നിന്റെ കിതാബില് നീ വിശ്വസിക്കണം ഖുറാനില് അത് കഴിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നീ കഴിക്കാത്തതെന്ന് പച്ച മലയാളത്തിലല്ലേടാ നീ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്ന് പറയണത്. ഇത് തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ വേണ്ടെന്ന് ചിന്തിച്ചൂടെ? ഇത് കഴിക്കാത്ത ആൾക്കാർ അവരുടെ ചില വിശ്വാസപരമായ ചില കാര്യങ്ങൾ കൊണ്ടാണ് കഴിക്കാതെ ചിന്തിച്ചൂടെ? നീ അത് BJP-യുടെ മേലെ ഇങ്ങനെ കെട്ടി ചേർത്തിട്ട് മീഡിയക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി നീ തന്നെ പറഞ്ഞാണെന്ന് ഉറപ്പാണ്. നിന്റെയൊക്കെ പുറകെ നടക്കണ കുറെ ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പറയണേണ് ബീഫ് കഴിക്കാത്തതാണ്. ഇത് ആരാണ്? ഇത് തന്നെ നീ സുഡാപ്പി ആയതുകൊണ്ടാണ്, നീ മറ്റേതായതുകൊണ്ടാണ് നീ പോർക്ക് കഴിക്കാതെ എന്നുള്ള ചോദ്യങ്ങൾ ഓപ്പൺ ആയിട്ട് അങ്ങനെ ചോദിക്കാൻ നേരത്തെ കാണുന്നവർക്കും കേൾക്കണവർക്കും വിഷമം വരും. അപ്പൊ നിന്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ്. കാരണം BJP-യെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ ഉഷാറായിട്ട് വന്നാൽ കുറെ സപ്പോർട്ട് കിട്ടുമല്ല. എടാ, നീ സത്യം പറഞ്ഞ വേറൊരു രസം പറയും, ദീപനെ പോലുള്ള പരനാറികൾ തന്നെയാണ് ഇവിടെ BJP-നെയൊക്കെ വളർത്തുന്നത്. കാരണം ഇതൊന്നും ചിന്തിക്കാതെ, രാഷ്ട്രീയപരമായിട്ട് ഒന്നും ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ ബീഫ്, അതായത് പശു ഗോമാതാവായിട്ട് ഇറങ്ങണം, അത് കഴിക്കാത്ത ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും പല സ്ഥലങ്ങളുണ്ട്. അവരെ ഇത്തരത്തിൽ അപമാനിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ആളുകൾ ചിന്തിക്കും, BJP-ക്കാർ പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും നിലവിൽ BJP-യിലോട്ട് വന്നം ചിന്തിക്കണം. അപ്പൊ ആ ഒരു താങ്ക്സ് ഒക്കെ നിന്റെ അടുത്ത് ഉണ്ടട്ടാ. കോടതിയിൽ കോശൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കൊച്ചിനൊന്നും പിടിച്ചിട്ട് പണിയെടുത്തിട്ടില്ല കേട്ടോ. ഇതുള്ള കാലം വരെ കേസ് ഉണ്ടാവും. അതുള്ള കാലം പറയും അവൻ ഇനി പീഡിപ്പിക്കപ്പെടാം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. അത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഇതുള്ള കാലം വരെ മനസ്സിലായാലും ഇതെന്താണെന്ന്, ഉള്ള കാലം വരെയും കേസുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അവൻ പറയണത്. മനസ്സിലാക്കിയോ? അതെ, ആർക്ക് വേണ്ടി വരും. പെണ്ണുങ്ങൾക്ക് ലോയില് മുൻഗണന ഉള്ള കാലം വരെ ഈ കേസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും കേസ് വരുമെന്നല്ലേ? ശരി, ഒരു കാര്യം ചിന്തിക്കുക. എന്റെ നിലപാടിൽ നിന്ന് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഇല്ല. നിന്റെ നിലപാടിൽ നിന്നൊന്നും മാറ്റം വേണ്ട. നിന്റെയൊക്കെ നിലപാട് ഇത് തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അത് മാറേണ്ട ആവശ്യമില്ല. നീയൊക്കെ മിണ്ടാതിരുന്നാലും നിന്റെ ഉള്ളിൽ ഈ പെരുത്തിരിക്കണ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ മതപരമായിട്ടും ഈ BJP-നെ എതിർക്കുന്ന സംഭവങ്ങൾ അത് ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ട്. അതിന് മാറ്റം വരൂല. ആര് പറഞ്ഞാലും ഈ പറഞ്ഞ അനുമോള്, നീ കളിയാക്കി അനുമോള് എന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞത് ശരിയായില്ല അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാലും നീ ഇത് പറയും. കാരണം നിന്റെ നിലപാടിൽ മാറ്റം വരില്ലെന്ന് ഉറപ്പാണ്. കാരണം അത് ഉള്ളിൽ അവിടെ നീയൊക്കെ ഉള്ളിലെടുത്ത് വെച്ചേക്കണേണ്. എന്റെ പേരില് എന്ത് പ്രശ്നം വന്നാലും ഇനി ഞാൻ ജയിലിൽ പോകണം. ജയിലാണുങ്ങൾക്ക് ശരിയാണ്.
പേടിപ്പിക്കണ പരനാറികൾക്ക് എല്ലാവർക്കും പറഞ്ഞോട് ജയിൽ. ഇവനെയൊക്കെ ഇതുപോലെ ജയിൽ ആണുങ്ങൾക്ക് പറഞ്ഞുള്ളവനാണ്. എടാ ജയിൽ എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾക്കും കുറ്റം ചെയ്യുന്നവർക്കും പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാണ്ട് ആണുങ്ങൾക്ക് പറഞ്ഞതുള്ളതല്ല. ഈ നിലപാടുള്ള ഈ പരനാറിന എന്തെങ്കിലും പറയാതിരുന്ന ഇന്നത്തെ വിഷുദിനം നല്ല അടിപൊളിയായിട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് പറയാൻ വന്നത്. പരനാറിക എനിക്ക് കുഴപ്പമില്ല, ഒരു രീതിയിലും മാറ്റൂല. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ജയിച്ചിഞ്ചോ വന്ദേ മാതരം. ഞാൻ പ്രൗഡ് ടു സേ ഐ ആം ഇന്ത്യൻ. നിനക്ക് ഇന്ത്യനോടൊന്നും ഒരു പ്രൗഡില്ല, ഒന്നുമില്ല. നിന്റെയൊക്കെ പ്രൗഡ് വേറെ പല സാധനത്തിനോടാണെന്ന് ഇവിടെ എല്ലാവർക്കും വ്യക്തമായിട്ട്. ചില ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രൗഡ് ടു ബി ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കും സാധാരണക്കാർക്കും ഉണ്ടെന്ന് നിന്നെപ്പോലുള്ള പരനാറ് സുഡാപ്പികൾ തിരിച്ചറിയണം. എന്റെ ഇന്ത്യയാണ്, എന്റെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യ എന്ന് പറയാനുള്ള ഇപ്പോഴും നിനക്കായിട്ടില്ല. എന്റെ ഇന്ത്യയിലടാ, നമ്മുടെ ഇന്ത്യ എന്ന് പറയാനുള്ള ഞങ്ങൾക്ക് വേണം. നമ്മുടെ ഇന്ത്യ, എന്റെ ഇന്ത്യ അല്ല, നമ്മുടെ ഇന്ത്യ, നമ്മളെല്ലാവരും ചേർന്ന ഇന്ത്യ. അത് പറയാനുള്ള ഗഡ്സ് വരെ നിനക്കില്ല. എല്ലാം ഞാൻ എൻ്റെ എന്ന ചിന്താഗതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഡയലോഗുകൾ നിനക്ക് പറയാൻ സാധിക്കണത്. ഞാൻ എപ്പോഴും പറയുന്നത്, ഇനി എന്നെ സുഡാപ്പി ആക്കിയാലും കുഴപ്പമില്ല, എന്നെ ഇനി എന്താക്കിയാലും കുഴപ്പമില്ല. എടാ നിന്നെയൊക്കെ സുഡാപ്പി ആക്കണ്ട, നീ സുഡാപ്പി തന്നെയാണ്, യാതൊരു സംശയമില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. സന്തോഷം ഉണ്ടാവുള്ളൂ. നീ സന്തോഷിക്കും, കാരണം നിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം പുറത്തോട്ട് തന്നെയല്ലേ. അതുകൊണ്ട് നീ സന്തോഷിക്കും. നീ എത്ര കാലം സന്തോഷിക്കും നമുക്ക് കാണാം. സിസ്റ്ററോട് പറയണ അനുമോള് സിസ്റ്ററാണ്, സിസ്റ്ററോട് പറയണ വർത്താനോട് പറയണത് ഈ ഒഴിക്കാത്ത എന്താണ്, ഈ ഒഴിക്കാത്ത BJP-ക്കാരി ആയതുകൊണ്ടാണോ? എടാ സിസ്റ്ററോട് നിനക്ക് വ്യക്തിപരമായിട്ട് മാറി എന്ന് ചോദിക്കാറുണ്ട്. നിന്റെ സിസ്റ്റർ ആണെങ്കിൽ ഈ സിസ്റ്ററെ നീ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നാറ്റിക്കാൻ വേണ്ടിയല്ലേ മീഡിയക്കാരെ വിളിച്ചു വരുത്തി ഇമാതിരി ചോദ്യം ചോദിച്ചത്? ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല. എടാ നിന്റെ ഉള്ളിൽ അത് ഉണ്ടാ, അനുമോളുടെ ഉള്ളിൽ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നീ ഇമാതിരി ചോദ്യങ്ങള് ചോദിക്കണത്. നീ കഴിക്കാത്ത പോർക്കിനെ പറ്റി ആയിരിക്കും ചോദിക്കാൻ പറ്റില്ല, അല്ലാത്ത കാര്യങ്ങൾ നിനക്ക് ചോദിക്കണം. അത് നിന്റെ ഉള്ളിൽ ഈ സംഭവം ഉള്ള, ഈ മതം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ നീ എത്ര വലിയ സംഘപരിവാരം മതവിഭജിക്കാൻ നോക്കിയാലും എടാ സംഖ്യകൾ വന്നിട്ട് നിന്റെയൊക്കെ ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മിണ്ടാതിരിക്കണോ? അതൊക്കെ തുറന്നു പറയും. തുറന്നു പറയാൻ നേരത്ത് നീയൊക്കെ എന്ത് കിടന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറെ കേട്ടറുള്ളാണ്. നീയൊക്കെ കാണിച്ചു കൂട്ടണ ഇമാതിരി കോപ്രായത്തരവും മതപരമായ വിഭജനവും ഒക്കെ കാണാൻ നേരത്ത് തുറന്നു പറയേണ്ടി വരും. ഉണ്ടായിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇനി എന്ത് വർഗീയത ഉണ്ടാക്കിയാലും നടക്കൂല. വിരിയും കേരളത്തിൽ താമര ഇവിടെ വിരിയും. എടാ നിന്നെ പോലുള്ളവന്മാര് ഇങ്ങനെ കേരള നാട്ടിൽ സെലിബ്രിറ്റികളാണെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ പറയാൻ നേരത്ത് ആളുകൾ വിദ്യാഭ്യാസമുള്ളവരാണ്, അവർക്കൊക്കെ തിരിച്ചറിയാനുള്ള ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും പറയണ വിരിയും കേരളത്തിലെ താമരല്ലേ. ഇവിടെ കേരളത്തിലെ പല സ്ഥലത്തും താമര വിരിയും, നിന്നെ പോലുള്ളവന്മാര് ഉള്ളത് കൊണ്ട് തന്നെ. താങ്ക് യു. സമാധാനം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസം.